ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലേക്ക് വനിതാ ഗൃഹനാഥ എന്നുള്ള ഒരു സ്കീമിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സ്കീമിനായിട്ട് അപേക്ഷ കൊടുക്കണമെന്ന് ഒരാൾ നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് WCDയുടെ വെബ്സൈറ്റിലോട്ട് വന്ന ശേഷം ഇവിടെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ വീഡിയോ അഭയകിരണം എന്നുള്ള സ്കീമിൽ വ്യക്തമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ID ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡിലോട്ട് വരും. ഇവിടെ നമുക്ക് വനിതാ ഗൃഹനാഥ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്ലൈ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അച്ഛനോ അമ്മയോ മരിച്ചുപോയ വിദ്യാർത്ഥികൾ ഒഴികെയുള്ളവർക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലിൽ അനുസരിച്ചിട്ട് ഇവിടെ ഡീറ്റെയിലുകളെല്ലാം തന്നെ ആദ്യം തന്നെ വന്നിട്ടുണ്ടാവും. നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, എഡിറ്റ് ചെയ്യാനോ മറ്റോ സാധിക്കില്ല. താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഫോം എനേബിൾ ആയിട്ടുണ്ടാവും. ആദ്യത്തെ ഓപ്ഷൻ ഉള്ളത് സമീപത്തുള്ള അംഗനവാടി സെന്ററിന്റെ നമ്പറാണ്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കേണ്ട കുട്ടിയുടെ പേര്, കുട്ടിയുടെ ജനനത്തീയതി, കുട്ടി പഠിക്കുന്ന ക്ലാസ് ഏത്, പ്രീ പ്രൈമറി ആണോ അല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നിലവിലൂടെ കൊടുത്തിട്ടുണ്ട്, PG വരെ കൊടുത്തിട്ടുണ്ട്. പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേര്, മേൽവിലാസം എന്നിവ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിന്റെ വിശദ വിവരങ്ങളും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മുൻവർഷം വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കുന്നതാണോ എങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപേക്ഷിക്കുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ആളുടെ തൊഴിൽ എന്താണെന്ന് രേഖപ്പെടുത്തി കൊടുക്കുക. വരുമാനം എത്രയാണെന്നുള്ളത് വരുമാന സർട്ടിഫിക്കറ്റ് പ്രകാരം ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അപേക്ഷക BPL വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിൽ അതിന്റെ BPL സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഹാജരാക്കേണ്ടി വരും. അതിനുശേഷം കുട്ടിയുടെ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ ഇവിടെ ക്രമപ്രകാരം രേഖപ്പെടുത്തി കൊടുക്കുക. അടുത്തതായിട്ട് അപേക്ഷക താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയവര്, വിവാഹബന്ധം ഏർപ്പെടുത്തിയവര്, ഭർത്താവിനെ കാണാതായി 1 വർഷം കഴിഞ്ഞവര്, ഭർത്താവിന് നട്ടലിന് ക്ഷതമോ പക്ഷാഘാതം മൂലമോ ജോലി ചെയ്യാൻ കഴിയാത്ത വിധം കിടപ്പിലായവര്, നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മമാരായ വനിതകൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുക. അതിൽ ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അസുഖം കാരണം കിടപ്പിലാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് ഓപ്ഷനുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. മേലധികാരിയുടെ സാക്ഷ്യപത്രം, അതായത് വിദ്യാഭ്യാസ സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രം, അപേക്ഷക APL ആണെങ്കിൽ അർഹതപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ള തെളിയിക്കുന്ന രേഖകള്, അപേക്ഷയുടെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, അതുപോലെ തന്നെ ഭർത്താവ് കിടപ്പിലായ ആളുകളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, അക്കൗണ്ട് വരുന്ന പേജിന്റെ ഫോട്ടോ കോപ്പി, അതിൽ കുട്ടിയുടെയും അതുപോലെ തന്നെ അപേക്ഷയുടെയും പേരുള്ള ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം, പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് എന്നിവ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ലഭിക്കുന്ന പ്രിന്റ് ഔട്ട് കൂടി കസ്റ്റമർക്ക് കൃത്യമായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ വനിതാ ഗൃഹനാഥ എന്നുള്ള സ്കീമിലോട്ട് അപേക്ഷ കൊടുക്കുന്നത്.